ആരാമാണ്? രാഹുൽ അയാളോ? അയ്യോ, വാതിൽ തുറക്കണ്ട. പിന്നെ അവർ വഴക്കുണ്ടാക്കാനോ മറ്റോ വന്നാണെങ്കിലോ? നിങ്ങൾ രാമേന്ദ്രനെ വിളിച്ച് 2-3 പേരെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് തുറന്നാ മതി. വേണ്ട. എന്താ മാവാ തുറക്കാനൊരു താമസം? ബെല്ല് കേട്ടാലുടനെ ഓടി വന്ന് നോക്കാൻ എനിക്ക് നിന്റെ പ്രായമൊന്നുമല്ലല്ലോ. വയസ്സായി വരിക. ഇദ്ദേഹത്തെ മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? പരിചയമില്ലാത്ത പോലെ അമ്മ ഭാവിക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എങ്ങനെ മറക്കാനാ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നതല്ലേ? അകത്തേക്ക് വരാലോ അല്ലേ? അല്ലെങ്കിൽ തന്നെ അനുവാദം ചോദിച്ച് അകത്ത് കയറാൻ ഇത് അന്യ വീടൊന്നുമല്ലല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീടല്ലേ? സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞ ഇൻലോസ് ഹൗസ്. ഇനി എന്തായാലും അങ്ങനെ കരുതണം. അനുവാദം ചോദിച്ച് മാത്രം അകത്ത് കിടക്കേണ്ട അന്യ വീടായിട്ട് കണ്ട പിച്ചക്കാരൻ നിന്റെ തന്ത. പിച്ചക്കാരന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. തന്തയ്ക്ക് വിളിക്കുന്ന പിച്ചക്കാരനോ വല്ല കള്ളനുമായിരിക്കും മോളെ. എവനാണോ? ഇവനെ കണ്ടാ തന്നെ ഒരു അവലക്ഷണമാണല്ലോ. കള്ളം തന്നെയായിരിക്കും അമ്മേ. ആ നോട്ടം കണ്ടില്ലേ? അതെ അമ്മായി. ഞാൻ അമ്മായിയോ? ആരാ നിന്റെ അമ്മായി? അവന്റെ ഒരു അഹന്ത കണ്ടില്ലേ? എന്റെ ഈ മുഖത്ത് നോക്കി അമ്മായിന്നോ? ഓടാ പിച്ചക്കാരാ. എന്റെ പൊന്നമ്മായി, ഞാൻ പിച്ചക്കാരനൊന്നുമല്ല. പിന്നെ പന്നനോ? അത് നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു പന്നനാണെന്ന്. എന്റെ വായിരിക്കുന്ന പുളിച്ച തെറിയാക്കണ്ടെങ്കിലേ മിണ്ടായിരുന്നോ? വന്നപ്പോ പോലെ തുടങ്ങിയതാ കൊമ്പും കുലിക്കൊരു മെക്കിട്ട് ഇറക്കാം. അമ്മ ഇങ്ങ് പോര്. അതേതോ ഭ്രാന്തനാന്ന് തോന്നുന്നു. ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നു മോളെ ഏതോ ഭ്രാന്തനാണെന്ന്. കണ്ടാ തന്നെ അറിയില്ലേ? കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല. അടുത്ത ആഴ്ച അമ്മായി അങ്ങോട്ട് വാ. നീ ചെന്ന് ദേവനെ വിളിച്ചോണ്ട് വാ. എന്താ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഇംഗ്ലീഷിലായിരുന്നു. ഇങ്ങെടുത്തു. ഉയ്യോ തന്നല്ലേ. ഈ ഇംഗ്ലീഷും മലയാളം ഒക്കെ കണക്ക് തന്നെയല്ലേ നമുക്ക്? അയച്ചതാരാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലേ? ഞാനിത് കുറെ നേരമായിട്ട് ആലോചിക്കുക. എന്നാലും ഇതെനിക്ക് ആരായിരിക്കും അയച്ചു തന്നത്? എന്ത് രസാ. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ വാലന്റൈൻസ് ഡേ സമ്മാനം അല്ലേ? ഓൺലൈനിൽ വരുത്തിയതാ. അത് തന്നെ. നീ അപ്പുറത്ത് പോയിക്കേ. എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് വേണം. എന്താ ഒന്ന് പോയിക്കേ വേണേ? എന്തായാലും എനിക്ക് വാങ്ങിച്ചതല്ലേ, എന്നാ പിന്നെ ഇനി തന്നൂടെ? ഇത് നിനക്ക് വാങ്ങിച്ചൊന്നല്ല. നിനക്കൊരു മാങ്ങാത്തൂരും തരാൻ പോകുന്നില്ല. സൂപ്പർ ആയിരുന്നു കേട്ടാ. ഒരു സംശയമാണ്, ഇതാരോ അണ്ണനിട്ട് ചൂണ്ടയിട്ടത്? അതൊന്നുമല്ലടാ. ഇത് ചിലപ്പോ അഡ്രസ് തെറ്റി വന്നാണെന്ന് എന്റെ സംശയം. അഡ്രസ് തെറ്റിയൊന്നുമല്ല. അഡ്രസ് ശരിയാണെന്ന് ഉറപ്പാകാതെ അവര് സാധനം തരത്തൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വേറെ ആരുണ്ട് ഈ മാർത്താണ്ട് വരുത് അണ്ണന്റെ പേരുള്ള? എനിക്ക് തന്നെയാണെങ്കിൽ പിന്നെ ഇത് ആരായിച്ചായിരിക്കൂടാ? എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. ഇത് പുതിയതായി വന്ന ഡിസൈനാണ് മാഡം. ഈ ഒരൊറ്റ പീസേ ഇനി ബാക്കിയുള്ളൂ. മാഡത്തിനെ പോലെ തന്നെ ഇത് കണ്ടവരെല്ലാം ഇത് മതിയെന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയി. ഇത് പാക്ക് ചെയ്ത് വെച്ചോളൂ. ശരി മാഡം. സ്കേർട്ടൊക്കെ ഇതാ അവിടെ. ഒന്ന് നോക്കിക്കോട്ടെ മാഡം പ്ലീസ്. ഒന്ന് നോക്കട്ടെന്നേ. ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. ഞാൻ ഇതെടുത്തോണ്ട് ഓടത്തൊന്നുമില്ല. ദാ പാക്ക് ചെയ്തേരെ. മുകളിൽ നിന്ന് ഞങ്ങൾ വേറെയും ഡ്രസ് എടുക്കുന്നുണ്ട്. ബില്ല് അതിന്റെ കൂടെ ഒന്നിച്ചെടുത്താ മതി. അയ്യോ മാഡം, ഇത് വേറൊരു കസ്റ്റമർ വാങ്ങിയതാ. എന്നിട്ട് ഞാനത് എടുത്തു നോക്കിയപ്പോ നിങ്ങളത് പറഞ്ഞില്ലല്ലോ. അവർക്ക് വേണ്ടി പാക്ക് ചെയ്യാനായി ഞാൻ മടക്കിക്കൊണ്ടിരുന്നപ്പോഴല്ലേ മാഡം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത്. പാറ്റേൺ നോക്കാനാണെന്നാ ഞാൻ കരുതിയത്. സോറി മാഡം. എനിക്ക് നിങ്ങളുടെ സോറി ഒന്നും വേണ്ട. സാരിയാ വേണ്ടത്. സാരി വേറെ നോക്കാം മാഡം, നല്ല ഡിസൈൻസ് ഉണ്ട്.
എനിക്ക് വേറെ ഡിസൈൻ അല്ല വേണ്ടത്, ഈ ഡിസൈനാ. സോറി, ഇത് വേറെ സ്റ്റോക്ക് ഇല്ല മാഡം. ലാസ്റ്റ് പീസായിരുന്നു. എങ്കിലാ ലാസ്റ്റ് പീസ് എനിക്ക് തന്നേക്ക്. വില കൂട്ടാനുള്ള അടവാണോ? എന്നാലും സാരമില്ല, 50 or 100 കൂടുതൽ തന്നേക്കാം. അയ്യോ മാഡം, അത് ശരിയല്ലല്ലോ. അവര് പാക്ക് ചെയ്യാൻ. അതൊന്നും എനിക്കറിയണ്ട, ഈ സാരി എനിക്ക് വേണം. മാഡം പ്ലീസ്, എന്നെ വിഷമത്തിലാക്കരുത്. അതിങ്ങി തരൂ. ഇത് തരുന്ന പ്രശ്നമില്ല. അവർക്ക് നിങ്ങൾ വേറെ സാരി കൊടുത്തോ, എന്നിട്ട് വേണേലും 100 or 200 അവരോട് കൂടുതൽ വാങ്ങിച്ചോ. അവര് സമ്മതിച്ചാൽ ഈ പീസ് മാഡത്തിന് തരാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്താ ഇവിടെ ഒരു ബഹളം? വല്ലിയുടെ കൂടെ ആ ടൈലറിന്റെ അടുത്തൊന്ന് പോകാൻ ഞാനൊന്ന് ആയമ്മയോട് പറഞ്ഞുപോയി, അതിന്റെ ബഹള. ഞാനൊരു ബഹളവും വെച്ചില്ല. അടുക്കളയിൽ പിടിപ്പത് പണിയുള്ളത് കൊണ്ട് ഇപ്പൊ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നു പറഞ്ഞാൽ ഇവരുടെ സൗകര്യത്തിന് നമ്മൾ നിന്നോളണമെന്ന്. ഈ വീട്ടിലല്ലാതെ വേറൊരു വീട്ടിലും ഇത് നടക്കില്ല. വേലക്കാര് പറയുന്നത് കേട്ട് ഉടയോൻ ജീവിച്ചോളണമെന്ന്. നല്ല കഥ. ആയമ്മേ, ഒന്ന് വേഗം പോയിട്ട് വാ. സംസാരിച്ചു നിന്ന് നേരം കളയൊന്നും വേണ്ട. സംസാരിക്കുമ്പോഴും ഞാൻ ഓരോരോ ജോലികൾ ചെയ്യാം, നേരം കളയുന്നൊന്നുമില്ല. കണ്ടോ കണ്ടോ, ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നടക്കുവാന്ന്. ആയമ്മയോട് വേഗം പോകാനല്ലേ പറഞ്ഞത്, തർക്കിച്ച് നിൽക്കാനല്ല. ഓ ശരി. വള്ളിയല്ല വള്ളി, ആളുകളെ വീഴ്ത്താൻ കാലി ചുറ്റുന്ന വള്ളി. ഇന്ന് തന്നെ ചെയ്ത് കിട്ടുവോ ആവോ. പുതിയതൊക്കെ വാങ്ങിന്ന് പറഞ്ഞാലും ഒരെണ്ണം പോലെ ഇതുവരെ ഇടാൻ പറ്റാത്തോണ്ട് വല്ലിക്ക് വലിയ സങ്കടാ. ഇന്നിനി എന്തായാലും കിട്ടില്ല. ഓരോന്ന് ഇട്ടു നോക്കിയിട്ട് വേണം അളവെടുക്കാൻ. എല്ലാം വെവ്വേറെ പാറ്റേണുകളാ, അതനുസരിച്ച് വേണം ഷേപ്പ് ചെയ്യാൻ. ഓ, എന്തൊക്കെ വാചകൂടിയായിരുന്നു മുമ്പ്. അന്ന് എന്താ എന്നോട് പറഞ്ഞത്? ISI മാർക്കുള്ള 916 ഭക്തനാണെന്നല്ലേ? എന്നിട്ടിപ്പോ 916 പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. കൊള്ള. അന്നൊക്കെ ബ്രഹ്മചാരിയുടെ ഭക്തനാന്ന് പറഞ്ഞുള്ള തള്ളു കേട്ടോണ്ടല്ലോ, ഒരു രൂപക്കൂട് പണിഞ്ഞ് അതിൽ ഇരുത്താൻ തോന്നും. മുമ്പ് പെണ്ണുങ്ങളെ കാണുമ്പോ ഓടി ഒളിച്ചോണ്ടിരുന്ന ആളാ, ഇപ്പൊ പെണ്ണുങ്ങളെ കുറെ ഓടുന്നു. ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്. ആ ആനന്ദവല്ലിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓ, അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അണ്ണാ, എത്രയും വേഗം അതിനെ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ പാരയാവുന്നു. അതെങ്ങനെയാടാ പറഞ്ഞു വിടുന്നത്? കുറച്ചു ദിവസം താമസിക്കാനല്ലേ അവർ വന്നത്. അന്ന് അച്ഛനെ സമ്മതിക്കുകയും ചെയ്തതാ. പിന്നെ എന്ത് പറയാനാ, ഞാനൊരു വിധത്തിൽ കടിച്ചു പിടിച്ച് സഹിക്കുക. അണ്ണന്റെ അച്ഛന് ബുദ്ധിയുണ്ട്. എന്താടാ, അച്ഛന്റെ ബുദ്ധിയും ഇതുമായിട്ട് എന്താ ബന്ധം? അണ്ണനോട് അച്ഛനും മറ്റും കല്യാണ കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പോഴൊക്കെ അണ്ണൻ എന്തുവാ പറഞ്ഞത്? ആഞ്ജനേയ ഭക്തനാണ്, ആസ്ഥാന ഗുരുവാണ്, ബ്രഹ്മചാരിയാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെയല്ലേ. അതൊന്ന് മാറ്റിയെടുക്കാൻ അച്ഛൻ കണ്ട വഴിയാണിത്. പൂച്ചയെ പേടിയുള്ളവന്റെ പേടി മാറാൻ പൂച്ചയുടെ കഴിയണമെന്നല്ലേ? പാമ്പിനെ പേടിയുള്ളവന്റെ പേടി മാറ്റാൻ പാമ്പും കൂട്ടിലിട്ടാ മതി. അണ്ണന്റെ സ്ത്രീ വിരോധം മാറ്റാൻ അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണാണ് ആനന്ദവല്ലിയെന്ന് കരുതിയാ മതി. പോടാ, അവളുടെ കാര്യം ഓർത്താ മതി. സ്ത്രീ വിരോധം കൂടത്തേ ഉള്ളൂ. അണ്ണന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? സത്യം പറയാലോ, വീട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാ എനിക്കിപ്പോ. ഒരുമാതിരി വളർത്തുപൂച്ചയുടെ സ്വഭാവം അവൾക്ക്. ഏത് നേരം നമ്മളെ മുട്ടി ഒരുമി ചലിച്ചോണ്ട് നടക്കും. ഒരു സൗര്യം തരില്ല. ഞാൻ അവളെ കൊണ്ട് മടുത്തിരിക്കും. എനിക്ക് പലപ്പോഴും കൈ നിവർത്തി ഒന്ന് കൊടുത്താലും തോന്നുക. വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാ. അതെന്തായാലും നന്നായി. അണ്ണന്റെ ഈ കൈ കൊണ്ടൊരെണ്ണം കൊടുത്താലേ 4 കഷ്ണമാകത്തില്ല ആ പെണ്ണ്. നീ മുമ്പൊരിക്കൽ പറഞ്ഞ് ശരിയെന്നാ തോന്നുന്നത്. ആ അമ്മയുടെ മോളുടെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോ അവരെന്തൊക്കെയോ കരുതിക്കുട്ടി ചെയ്യുന്ന പോലെ. ഓട്ടെന്നേ, ഒന്നുമല്ലെങ്കിലും ഒരു കൊച്ചു പെണ്ണല്ലേ. തൊട്ടുരുമ്മി നടക്കുമ്പോ അതിനൊരു സുഖം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെന്നേ. അണ്ണന് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ മുട്ടി ഒരുമി സൂയിക്കാൻ നടക്കാന്നാ നീ കരുതിയത്? അയ്യോ അണ്ണ, ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കാറുള്ളത്. പിന്നെ അവരെന്തുകൊണ്ട് എന്നെ കണ്ടില്ലേ? അതെനിക്കറിയില്ല. അപ്പൊ തന്നെ അതിലൊരു കള്ളത്തരം ഉണ്ടല്ലോ ആയമ്മേ.